ഈ സമൂഹത്തിലുള്ള ആൾക്കാർ അതിനെ മുതലെടുക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? എന്തൊരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാലും സ്ത്രീപക്ഷത്താണ് ആളുകൾ നിൽക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്തിനാണെന്ന് പോലും അറിയില്ലായിരുന്നു അന്ന്. പോലീസിന് ഒരു റൈറ്റും ഇല്ല ഒരു പ്രതിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നുള്ളത്. വീഡിയോയുടെ കേസ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനത്തെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു കേസിൽ നമുക്ക് ഈ ഇര എന്നുള്ള ടാഗ്ലൈൻ നമുക്ക് ആർക്ക് കൊടുക്കണം എന്ന് അറിയില്ല അല്ലേ സത്യം പറഞ്ഞാൽ. സ്ത്രീകൾ പ്രിവിലേജ്ഡ് ആണോ ആണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പേർ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ആ പ്രിവിലേജുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്ന അഭിപ്രായമുണ്ട്. ഈ പ്രിവിലേജുകൾക്കൊപ്പം നിയമത്തിൻ്റെ സംരക്ഷണം കൂടിയാകുമ്പോൾ കൊച്ചുകുട്ടികളിൽ പോലും ആ പ്രിവിലേജുകളെ ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണത കണ്ടുവരുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഗോപിക? തീർച്ചയായിട്ടും ഇപ്പോഴത്തുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ തലയാട്ടിയേ പറ്റൂ. കാരണം ഈ ഇടയ്ക്ക് വന്ന ഒരു വാർത്ത അത് ആര് കേട്ടാലും ഒന്ന് ഞെട്ടും. കാരണം ഒരു പീഡന പരാതിയെ തുടർന്നാണ് ആ വാർത്ത വന്നത്. പക്ഷെ പിന്നീട് ആ വാർത്ത പോയത് ഒരു വ്യാജ പീഡന പരാതിയായിട്ടായിരുന്നു. അത് അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതികാരം. അതെ, ബ്രേക്കപ്പ്. അതെ, ഒരു ബ്രേക്കപ്പിൻ്റെ പേരിൽ ഇപ്പോഴുള്ള കുട്ടികൾ കൊടുക്കുന്ന പരാതി പീഡന പരാതിയാണ്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളുടെ മെൻറ്റാലിറ്റി ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാ കുട്ടികളെയും എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നിരുന്നാലും ഈ ഒരു മെന്റാലിറ്റി നമുക്ക് ഒരിക്കലും മറ്റു കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുമോ എന്നൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടി ഒരു പ്രതികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പീഡന പരാതി കൊടുക്കാൻ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിനാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിലൂടെ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കും. ഇപ്പോൾ ഒരു പ്രതികാര മനോഭാവം തോന്നിയാൽ ഉടനെ കേസിലേക്കും അതും ഇത്രയും ഗുരുതരമായ ഒരു കേസിലേക്കൊക്കെ പോകാൻ തക്കവണ്ണമുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതാ പറയുന്നത്, ആദ്യം പറഞ്ഞത് ഈ ഇങ്ങനത്തുള്ള പ്രിവിലേജുകളും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോൾ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ അതിനെ മുതലെടുക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഒരു വീഡിയോ പുറത്തു വന്നതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തത് കണ്ട നാടാണ് കേരളം. തീർച്ചയായും അത് ചെറിയൊരു വീഡിയോ ആണ്. സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹത്തെ വിമർശിക്കുകയും ആ ഒരു മെൻ്റൽ ട്രോമ കാരണം അത് ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതായത് ഇവിടെ ഒരു വീഡിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി, എന്തൊരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാലും സ്ത്രീപക്ഷത്താണ് ആളുകൾ നിൽക്കുന്നത്. ആ ഒരു നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ പ്രിവിലേജ്, ആ ഒരു പ്രിവിലേജിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പല പ്രവണതയും ഇതിനകത്ത് കാണും. ഈ ഒരു സിറ്റുവേഷൻ കുറയ്ക്കണം എന്ന് നമുക്ക് തീരുമാനിച്ചു തന്നെ അത് കുറയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മളുടെ നിയമവും പോലീസും മാത്രമാണല്ലേ. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സംഭവത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രതികളെന്ന് ആരോപിക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇടാതെ ആ ഒരു സംഭവത്തിനെ എന്താണ് ആ സംഭവത്തിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത്, അത് സത്യമാണോ, അത് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കുക എന്നുള്ളത്. കാരണം ഉറപ്പായിട്ടും. കാരണം 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, അത് പോലീസ് വിഭാഗത്തിന് തന്നെ അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ പറയാന്ന് വെച്ചാൽ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്തിനാണെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും നമുക്ക് എന്ത് വേണോ കിട്ടും എന്നുള്ള ഒരു ഉറപ്പിന്മേൽ എന്ത് പരാതി വേണോ അടിച്ചേൽപ്പിക്കുമ്പോൾ പോലീസുകാരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി കിട്ടുമ്പോൾ അയാൾ പ്രതിയാണെങ്കിൽ പോലും ഒരിക്കലും ഒരാൾക്ക് മർദ്ദിക്കാനുള്ളൊരു അവകാശമില്ല. പോലീസിന് ഒരു റൈറ്റും ഇല്ല ഒരു പ്രതിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നുള്ളത്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കേസ്. അതെ, ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ആ സംഭവം നടന്നു, അതിൻ്റെ പിന്നിൽ എന്താണ്, ആ സംഭവം എങ്ങനെ നടന്നു, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ നേരെ അന്വേഷിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ പ്രതികളെ വിളിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് തീർച്ചയായും വരികയാണെങ്കിൽ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയെ
പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം തീരെ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉറപ്പായിട്ടും കൗൺസിലിംഗ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് കുട്ടികൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഈ നിയമത്തിൻ്റെ സംരക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണോ, അതോ സ്ത്രീകൾ പ്രിവിലേജ്ഡ് ആണെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി അതെന്തുകൊണ്ടാണോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്തണം. മറ്റു കുട്ടികൾക്കും ഈ ഒരു കാര്യം ഒരു പ്രവണത ഉണ്ടാവാതിരിക്കട്ടെ. അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ടീച്ചേഴ്സും പാരൻസും ഉറപ്പ് വരുത്തുകയും വേണം. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളെ വിദ്യാഭ്യാസ രംഗം അത്രയും വളർന്നിട്ടുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓപ്പണായിട്ട് പോയി പറയാൻ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ഉള്ള ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള, പക്ഷെ അവരുടെ മെന്റൽ സ്റ്റേറ്റ് ആ ഒരു മെന്റാലിറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാം. സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിന് മുന്നേ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ കേസ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനത്തെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടികളിലേക്കും വരുന്നു എന്നതിന്റെ ഒരു തുടക്കമായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ജനറലൈസ് സംഭവം എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയരുത് എന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതല്ല, പക്ഷെ തെറ്റ് തന്നെയാണ്. നിയമത്തിന്റെ ഇതിൽ എന്ത് ശിക്ഷ വേണോ കൊടുക്കാൻ അത് കൊടുക്കണം തന്നെ പറയുന്നത്. പക്ഷെ ഒരിക്കലും കുട്ടികളുടെ ആ ഒരു കുട്ടി അങ്ങനെ ഒരു പ്രവണത കാണിച്ചു അല്ലെങ്കിൽ ഒരു പരാതി ചോദിച്ചോട്ടെ, ഈ സെയിം സിറ്റുവേഷനിൽ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലോ? തീർച്ചയായിട്ടും അവനെ ക്രിമിനലാക്കി എന്താ പറയുന്നത്, മോശമായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ അവനെ തേജോവധം ചെയ്ത് അവന്റെ ഭാവി ഇല്ലാതാക്കിയനെ. ഇപ്പോൾ ആൺ പെൺ വ്യത്യാസം എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും കുറ്റം ചെയ്തു. വ്യത്യാസത്തിന്റെ അല്ല, ആളുകൾ അതിനെ നോക്കിക്കാണുന്ന രീതിയാണ്. പെൺകുട്ടി ആയതുകൊണ്ട് ഇത് നേരെ തിരിച്ചൊരു ആൺകുട്ടിയാണ് ചെയ്തിരുന്നതെങ്കിൽ, ആൺകുട്ടിയാണ് പ്രതിസ്ഥാനത്ത് വന്നിരുന്നതെങ്കിൽ, അപ്പം ഈ ഇര എന്ന് പറയുമ്പം ശരിക്കും ആരാണ് ഇര? ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഇര എന്നുള്ള ടാഗ്ലൈൻ നമുക്ക് ആർക്ക് കൊടുക്കണം എന്നറിയില്ല അല്ലേ? സത്യം പറഞ്ഞാൽ ആ ഒരു കേസ് അത് അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ ഒരു കേസ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇത്രയും പ്രശ്നങ്ങളോ വിവാദങ്ങളോ വരത്തില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കൾ, അവരുടെ സഹപാഠികൾ, അവരൊക്കെ എന്തുമാത്രം ഇപ്പോൾ അതോർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും. അവരുടെ പേരൻസ് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കുറ്റാരോപിതരുടെ കാര്യം മാത്രം പറയുന്നത് ശരിയല്ല. ഈ ഒരു കുട്ടി, ആ കുട്ടി ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയിട്ടുണ്ടായിരിക്കും. ആ കുട്ടിയെ ക്ലിയർ ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്തി ക്ലിയർ ആയിട്ടുള്ള കൗൺസിലിംഗ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ കേസ് അടുത്തൊരു കേസ് വരുന്നത് വരെ ഈ കുട്ടീനെ കുടുംബപരമായിട്ടും ഞാൻ പറയുന്നില്ല, പക്ഷെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുകയും ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വഴികളും വരും അല്ലേ? അതിലെടുത്ത് പറയേണ്ട ഇപ്പം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത് ശരിയാണോ? എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് മീൻസ് നമ്മൾ ന്യായീകരിക്കുന്നില്ല, കുറ്റത്തിനെ ന്യായീകരിക്കുന്നില്ല, കുറ്റം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടി ചെയ്തു പോയി എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ അംഗീകരിച്ചില്ലേ പറ്റും. ചിലപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഇതിനെപ്പറ്റി പശ്ചാത്തപിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് കൊടുക്കുക, സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക, ഇനി ഇങ്ങനെയുള്ളൊരു കാര്യം ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും പലരും മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണെങ്കിലും മെൻസ് കമ്മീഷന്റെ ആവശ്യം എത്രത്തോളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ആ ഒരു വിഷയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ആവശ്യമാണോ? അതിൻ്റെ ആവശ്യകത ഇപ്പോൾ ഉണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. പുരുഷന്മാർക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും അത് ചർച്ച ചെയ്യുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല എന്നൊരു തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ ഇവിടെ മെൻസ് കമ്മീഷൻ വേണോ വേണ്ടയോ ആ ഒരു വിഷയം കാര്യം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ഒരു സംഘടന വേണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെൻസ് കമ്മീഷൻ ഇപ്പോൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കുട്ടീനെ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം മെൻസ് കമ്മീഷൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, മെൻസ് കമ്മീഷന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, അങ്ങേയറ്റം മോശമായിട്ടാണ് ആ കുട്ടിയെ
പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിരിക്കുന്നത്. അപ്പം ആ കുട്ടി അത്രയും മോശമായിട്ട് ചിത്രീകരിക്കേണ്ടതുണ്ടോ? പറഞ്ഞതെല്ലാം ശരിയാണ്. അത് കൂടാതെ തന്നെ ഇപ്പോൾ വ്യാജ പരാതി എന്ന് ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങനെ വ്യാജ പരാതികൾ വരുന്ന കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പരാതി വരുമ്പോൾ അവിടെ അത് അംഗീകരിക്കപ്പെടാത്തൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഏതാണ് വ്യാജം, ഏതാണ് ശരിക്കുള്ളതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും വരും. ഇപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനും രണ്ട് വശങ്ങൾ ഉണ്ടായിരിക്കും. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഒരു നടപടി സ്വീകരിക്കുക. അല്ലാതെ നമ്മൾ ഒരു കാര്യം കേട്ട ഉടനെ പ്രതികളെന്ന് ആരോപിച്ച് ഒരുപറ്റം ആൾക്കാരെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ ഒരുപറ്റം കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നീതി, നിയമം എല്ലാം തന്നെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ആൾക്കാരിൽ നമ്മൾ കരുണയും ദയയും കാണിക്കുമ്പോഴാണ് അവിടെ സമൂഹം വളരെ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നാണ്